വെൽക്കം ബാക്ക് ടു Xylem Learning. മിസ്സിന്റെ പേര് അനുശ്രീ എന്നാണ്. അപ്പോൾ മിസ്സിന്റെ 5ാം ക്ലാസ്സിലെ കുഞ്ഞുമക്കൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഇരിക്കുകയല്ലേ? എല്ലാവർക്കും സുഖമല്ലേ മക്കളെ? അപ്പോൾ നിങ്ങൾ എല്ലാവരും നല്ല ഉഷാറായിട്ട് ഇരിക്കാന്ന് മിസ് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ബേസിക് സയൻസിൽ തന്നെ സോഴ്സസ് ഓഫ് എനർജി അഥവാ ഊർജ്ജത്തിന്റെ ഉറവകൾ എന്ന് പറഞ്ഞിട്ട് ഒരു അടിപൊളി ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ആ ചാപ്റ്ററിൽ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കുഞ്ഞു ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിസ് ഇന്ന് ഇവിടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ എന്താണ് നമുക്ക് ആ ടോപ്പിക് നമുക്ക് നോക്കിയാലോ? നിങ്ങൾ എല്ലാവരും റെഡി അല്ലേ മക്കളെ? എന്താണ് ആ ഒരു ടോപ്പിക് നമുക്ക് നോക്കാം. ഹൗ ടു കൺസർവ് എനർജി അറ്റ് ഹോം. നമ്മുടെ വീട്ടില് നമുക്ക് എനർജി എങ്ങനെ കൺസർവ് ചെയ്യാം, അല്ലെങ്കിൽ വീട്ടിലുള്ള വൈദ്യുതി ഉപയോഗം നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാം. അത് വളരെ ഉപകാരമുള്ള ഒരു കാര്യമാണ് അല്ലേ? കാരണം വീട്ടിലൊക്കെ ഇപ്പോൾ കറണ്ട് ബില്ല് വരുന്ന സമയത്ത് നമ്മുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ അറ്റാക്ക് വരുന്ന പോലെയൊക്കെ കറണ്ട് ബില്ല് വരാറുണ്ടോ? വലിയ കറണ്ട് ബില്ലൊക്കെ ചിലപ്പോൾ ചില ആളുകളുടെ വീട്ടിലൊക്കെ വലിയ കറണ്ട് ബില്ലൊക്കെ വരുന്നുണ്ടായിരിക്കും, ചിലരുടെ വീട്ടിലൊക്കെ കുറവായിരിക്കും. അപ്പൊ എന്താണെങ്കിലും വീട്ടിലുള്ള എനർജിയുടെ കൺസപ്ഷൻ അല്ലെങ്കിൽ വീട്ടിലുള്ള എനർജിയുടെ ഉപയോഗം, വൈദ്യുതിയുടെ ഉപയോഗം എങ്ങനെ കുറയ്ക്കാം, അത് കുറയ്ക്കാൻ എന്തൊക്കെ വഴികളാണുള്ളത്, എന്തൊക്കെ ടിപ്പുകളാണുള്ളത് എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് മിസ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പൊ അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? നിങ്ങളിപ്പോ ചെറിയ കുട്ടികളാണ്, പക്ഷെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. വീട്ടിലെ എനർജി കൺസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ റെഡി അല്ലേ മക്കളെ? അപ്പൊ എന്തൊക്കെ പോയിന്റുകളാണ്, കുറച്ച് പോയിന്റുകളെ മിസ് പറയുന്നുള്ളൂ, അതെല്ലാവരും എന്ത് ചെയ്യുക, കൃത്യമായി നോട്ട് ചെയ്ത് ശ്രദ്ധിച്ചു വെക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കാം ഹൗ ടു കൺസർവ് എനർജി അറ്റ് ഹോം എന്ന് നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ വീട്ടിലുള്ള വൈദ്യുതി എങ്ങനെ നിയന്ത്രിക്കാം എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതണ്ടേ? യെസ്. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ പോയിന്റ് എന്താ നോക്കിക്കേ. ആവശ്യം കഴിഞ്ഞാൽ വൈദ്യുതോപകരണങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്യണം. അതായത് സ്വിച്ച് ഓഫ് ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ആഫ്റ്റർ യൂസ്. ഉപയോഗം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ ഓഫ് ചെയ്ത് വെക്കണം അല്ലേ? ചിലവരുണ്ടായിരിക്കും ഏതെങ്കിലും റൂമിൽ കയറി ലൈറ്റ് ഇട്ടു, റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി, ലൈറ്റ് ഓഫ് ചെയ്യാണ്ട് ഇറങ്ങിപ്പോയി. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ലൈറ്റ് ഇങ്ങനെ കുറേ നേരം ഓണായി കിടക്കും. അപ്പൊ നമ്മുടെ വീട്ടിലെ കറണ്ട് ബില്ല് ഇങ്ങനെ കൂടി വരില്ലേ? എനർജി വേസ്റ്റ് ആയി പോവല്ലേ അവിടെ നടക്കുന്നത്? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് ഇലക്ട്രിക് ഉപകരണം ആയിക്കോട്ടെ അത് നമ്മൾ എന്ത് ചെയ്യണം, സ്വിച്ച് ഓഫ് ചെയ്ത് പോകണം. ടി വി ഒക്കെ ഓൺ ചെയ്തിട്ടിട്ട് കുറെ പേര് ഇങ്ങനെ പോവും, കുറെ കളിക്കാൻ പോവും, ടി വി ഓൺ ആയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടോ? അപ്പൊ അതൊന്നും നമ്മൾ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഉപയോഗം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, എല്ലാ ഉപകരണങ്ങളും നമ്മള് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കണം. മനസ്സിലായോ? സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കണം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ? നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഓക്കെ. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് എന്താ നോക്കിക്കേ. വസ്ത്രങ്ങൾ പലപ്പോഴായി ഇസ്തിരി ഇടുന്നതിന് പകരം ഒരുമിച്ച് ഇസ്തിരി ഇടണം. അതായത് ഡു നോട്ട് യൂസ് ഇലക്ട്രിക് അയൺ ബോക്സ് അറ്റ് ഡിഫറെന്റ് ടൈംസ്. ചില ആളുകളുണ്ടാവും, ആദ്യം അച്ഛൻ വന്നു, അച്ഛന്റെ ഷർട്ട് അയൺ ചെയ്ത് പോയി, പിന്നെ അമ്മ വന്നു, അമ്മയുടെ ചുരിദാർ അയൺ ചെയ്ത് പോയി, പിന്നെ ചേച്ചി വന്നു, ചേച്ചിയുടെ ഡ്രസ്സ് അയൺ ചെയ്തു, പിന്നെ നമ്മൾ വന്നു, നമ്മുടെ യൂണിഫോം അയൺ ചെയ്തു. അങ്ങനെ പലരും പല സമയത്ത് വന്നിട്ട് ഈ ഡ്രസ്സ് ഇങ്ങനെ അയൺ ചെയ്യുന്ന സമയത്ത് അയൺ ബോക്സ് ഒക്കെ നമ്മൾ ഓണാക്കുന്നു, ഓഫാക്കുന്നു, ഓണാക്കുന്നു, ഓഫാക്കുന്നു അല്ലേ? അപ്പൊ എന്താണ്, കറണ്ട് ബില്ല് ഇങ്ങനെ കൂടി വരികയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാവരും കൂടെ ഒരുമിച്ച് എല്ലാ ഡ്രസ്സും ഒരുമിച്ച് അയൺ ചെയ്ത് വെക്കുക. അപ്പൊ ഒരാഴ്ചക്ക് വേണ്ട ഡ്രസ്സ് എന്ത് ചെയ്യുക, വീട്ടിൽ അമ്മോട് പറയാം, അമ്മ ഈ ആഴ്ചക്ക് വേണ്ട എല്ലാ യൂണിഫോമുകളും അല്ലെങ്കിൽ എല്ലാ ഡ്രസ്സുകളും എല്ലാവരുടെയും നമ്മൾ എന്ത് ചെയ്യുക, ഈ ചിത്രത്തിൽ കാണിച്ച പോലെ ഒരുമിച്ച് അയൺ ചെയ്ത് നമ്മുടെ എന്ത് ചെയ്യുക, നമ്മുടെ ഷെൽഫിൽ വെക്കുക. അപ്പൊ നമുക്ക് ഒരാഴ്ചക്കുള്ളത് നമുക്ക് എല്ലാവർക്കും രാവിലെ എടുത്തിടാം. പക്ഷെ രാവിലെ ഓരോരുത്തരും ഓരോ സമയത്ത് വന്ന് എപ്പോഴും ഇങ്ങനെ അയൺ ചെയ്തുകൊണ്ടിരുന്ന എനർജി കുറേ വേസ്റ്റ് ആയി പോവാണ്. അത് മാത്രമല്ല നമ്മുടെ കറണ്ട് ബില്ലൊക്കെ കൂടി വരില്ലേ? അപ്പൊ എന്ത് ചെയ്യണം, മിസ്സിന്റെ മക്കള് വീട്ടിൽ പറയാ, നമുക്ക് ഒരാഴ്ചക്ക് വേണ്ട ഡ്രസ്സൊക്കെ നമുക്ക് ഒരുമിച്ച് അയൺ ചെയ്ത് വെക്കാം അമ്മയെന്ന് പറയണം കേട്ടോ. അപ്പൊ അതാണ് മിസ് പറയുന്നത്, ഡു നോട്ട് യൂസ് ഇലക്ട്രിക് അയൺ ബോക്സ് അറ്റ് ഡിഫറെന്റ് ടൈംസ്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യരുത്, അയൺ ബോക്സ് ഉപയോഗിക്കരുത്, ഒരുപാട് കറണ്ട് വേസ്റ്റ് ആവും. മനസ്സിലായോ? എങ്കിൽ ഇതാ അടുത്ത പോയിന്റ് നോക്കിക്കേ. സാധാരണ ബൾബുകൾക്ക് പകരം ട്യൂബ് ലൈറ്റുകളോ LED ലാമ്പുകളോ ഉപയോഗിക്കണം. അതായത് യൂസ് LED ഓർ CFL ലാംപ്സ് ഇൻസ്റ്റെഡ് ഓഫ് ഫിലമെന്റ് ബൾബ്. ഫിലമെന്റ് ബൾബുകൾക്ക് പകരം, ഫിലമെന്റ് ബൾബുകൾ കുറേ കറണ്ട് വലിക്കുന്ന ബൾബാണല്ലേ, അതിന് പകരം എന്തൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങുക? യെസ്, ട്യൂബ് ലൈറ്റോ അല്ലെങ്കിൽ ഇതുപോലുള്ള LED ലാമ്പുകളൊക്കെ നിങ്ങൾ ഉപയോഗിക്കണം. അപ്പൊ അതൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിനൊക്കെ കുറച്ച് കറണ്ട് ആവശ്യമുള്ളൂ, കുറച്ച് എനർജി ആവശ്യമുള്ളൂ. അപ്പൊ ഒരുപാട് കറണ്ട് ബില്ലോ അല്ലെങ്കിൽ ഒരുപാട് വേസ്റ്റേജ് ഓഫ് എനർജിയോ അവിടെ വരുന്നില്ല. അപ്പൊ എല്ലാവരും എന്ത് പറയണം, വീട്ടില് ഫിലമെന്റ് ബൾബുകളൊക്കെ മാറ്റി ഇതുപോലെ CFLകളോ അല്ലെങ്കിൽ LED ലാമ്പുകളൊക്കെ ഉപയോഗിക്കാൻ പറയണം. ക്ലിയർ ആയോ? എങ്കിൽ ഇത് അടുത്തൊരു പോയിന്റ് നോക്കിക്കേ. തെരുവ് വിളക്കുകൾ കൃത്യമായി ഓഫ് ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തണം. യൂസ് സ്ട്രീറ്റ് ലൈറ്റ്സ് പ്രോപ്പർലി. നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഇപ്പൊ വീടിന്റെ ഫ്രണ്ടിലൊക്കെ ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ രാവിലെ ആയി കഴിഞ്ഞാലും അതിങ്ങനെ കത്തിക്കൊണ്ടേ കിടക്കുന്നുണ്ടാവില്ല, ആരും അത് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല, ആരും അത് ഓഫ് ചെയ്യുന്നുണ്ടാവില്ല. ചിലപ്പോൾ പിറ്റേ ദിവസം വൈകുന്നേരം വരെ അത് ചിലപ്പോൾ കത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. അപ്പൊ അവിടെയൊക്കെ എന്താണ്, എനർജി വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കുട്ടികളാണ്, പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ലൈറ്റ് കത്തി കിടക്കുന്നത് കണ്ടാൽ ആ വീട്ടിലുള്ളവരെ അറിയിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓഫ് ചെയ്യാൻ പറ്റുന്ന
പോകുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ചെന്ന് ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ മുതിർന്നവരെ അറിയിച്ചാൽ മതി. അപ്പോഴൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലൊക്കെ ഇൻവോൾവ് ചെയ്ത് ഇതിനൊക്കെ ഒരു മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ വീടിനടുത്തുള്ളത് പ്രോപ്പർ ആയിട്ടല്ലേ ഓൺ ആക്കുന്നത്, കൃത്യസമയത്ത് ഓൺ ആക്കുക, ഒരു കൃത്യസമയത്ത് ഓഫ് ആക്കുന്നില്ലേ എന്നൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഇങ്ങനെ തന്നെ കത്തി കിടക്കുന്നുണ്ടോ, വൈകുന്നേരം വരെ കത്തി കിടക്കുന്നുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, ഉറപ്പ് വരുത്താം. അതാണ് നമ്മുടെ അടുത്ത പോയിന്റ്. ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കേ. യെസ്, അവോയ്ഡ് യൂസേജ് ഓഫ് ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ഡ്യൂറിങ് ഈവനിങ് ടൈംസ്. ഇത് നമ്മുടെ ടി വിയിൽ നമ്മുടെ മോഹൻലാലിന്റെ പരസ്യമൊക്കെ ഉണ്ടായിരുന്നു അല്ലേ, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല, നിങ്ങൾ ചെറിയ കുട്ടികളല്ലേ. എന്താണ് അതിൽ പറയുന്നത്, സന്ധ്യാനേരങ്ങളിൽ അല്ലെങ്കിൽ വൈകുന്നേര സമയങ്ങളിലൊക്കെ നമ്മുടെ വോൾട്ടേജ് വളരെ കുറഞ്ഞിരിക്കുന്ന സമയമാണ് നമ്മുടെ ഈവനിങ് സന്ധ്യ സമയം എന്നൊക്കെ പറയുന്നത്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യരുത്, ഈ പറഞ്ഞ റെഫ്രിജറേറ്റർ, നമ്മുടെ ഫ്രിഡ്ജ്, അല്ലെങ്കിൽ നമ്മുടെ ടി വി, അല്ലെങ്കിൽ അതുപോലുള്ള നമ്മുടെ മോട്ടോർ, അല്ലെങ്കിൽ നമ്മുടെ ഗ്രൈൻഡർ, മിക്സി, അങ്ങനെയുള്ള ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ഒന്നും എന്ത് ചെയ്യരുത്, നമ്മൾ സന്ധ്യ നേരങ്ങളിൽ ഉപയോഗിക്കരുത്. കാരണം സന്ധ്യ നേരത്തെ എന്തായിരിക്കും, വോൾട്ടേജ് നല്ല കുറവായിരിക്കും അല്ലെ. സന്ധ്യ നേരത്ത് വോൾട്ടേജ് കുറവായതുകൊണ്ട് അവിടെ കുറേ കറണ്ട് നമുക്ക് ആവശ്യം വരും. അവിടെ വേസ്റ്റേജ് ഓഫ് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വേസ്റ്റേജ് ഓഫ് എനർജിയാണ് അവിടെ നടക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, ഈ വോൾട്ടേജ് കുറഞ്ഞ സമയത്ത് അല്ലെങ്കിൽ സന്ധ്യ നേരങ്ങളിൽ എന്ത് ചെയ്യാതിരിക്കുക, ഈ വക ഉപകരണങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കുക, മോട്ടർ ഇടാതിരിക്കാം, ഫ്രിഡ്ജ് ഉപയോഗിക്കാണ്ടിരിക്കുക, ഫ്രിഡ്ജൊക്കെ ഒന്ന് ഓഫ് ചെയ്തിടുക. ഒരു സന്ധ്യ നേരത്തെ എന്ത് ചെയ്യുക, അമ്മോട് പറയാം, അമ്മ ഫ്രിഡ്ജ് ഒന്ന് ഓഫ് ചെയ്തിടൂ, എന്താണ് വോൾട്ടേജ് കുറവാണ്, മോട്ടർ ഇടരുത്, അല്ലെങ്കിൽ ഗ്രൈൻഡർ യൂസ് ചെയ്യരുത്, മിക്സി യൂസ് ചെയ്യരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് തന്നെ വീട്ടിൽ നിന്ന് അവതരിപ്പിക്കാം. അപ്പൊ അതാണ് നമ്മുടെ നെക്സ്റ്റ് പോയിന്റ്. വോൾട്ടേജ് കുറവുള്ള സമയങ്ങളിൽ, പ്രത്യേകിച്ചും വൈകുന്നേരങ്ങളിൽ മിക്സി, ഗ്രൈൻഡർ, റെഫ്രിജറേറ്റർ തുടങ്ങിയ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്നത് എന്താക്കണം, ഒഴിവാക്കണം. ക്ലിയർ ആയോ? അടുത്ത പോയിന്റ് നോക്കിക്കേ. വാട്ടർ ടാങ്കുകളിലേക്ക് ജലം കൂടെ പമ്പ് ചെയ്യുന്നത് ഒഴിവാക്കണം. അവോയ്ഡ് യൂസിങ് ഇലക്ട്രിക് മോട്ടോർ ഫ്രീക്വന്റ്ലി. അതായത് ചില ആളുകളുണ്ട് ഇടയ്ക്കിടയ്ക്ക് മോട്ടർ അടിക്കും അല്ലെ. ഒന്ന് കുളി കഴിഞ്ഞു, ഒന്ന് മോട്ടർ അടിക്കാം. ഞാൻ കുറേ ഡ്രസ്സ് തിരുമ്പി ഒന്നും കൂടെ മോട്ടർ അടിക്കാം. അങ്ങനെ ഒരു ദിവസം തന്നെ കുറേ തവണ മോട്ടർ അടിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അപ്പോഴൊക്കെ എന്താണ് സംഭവിക്കുന്നത്, കുറേ കറണ്ട് വേണം, കുറേ കറണ്ട് ബില്ല് ഇങ്ങനെ കൂടി വരും, കുറേ എനർജിയാണ് വേസ്റ്റ് ആയി പോകുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് മോട്ടർ പമ്പ് ചെയ്യാണ്ടിരിക്കുക. മനസ്സിലായോ? ഇപ്പൊ ദിവസത്തിൽ ഇപ്പൊ ഇന്ന് രാവിലെ നമ്മൾ മോട്ടർ ഇട്ടു, പിന്നെ ആ വെള്ളം തീരുന്ന ഒരു സമയം നിങ്ങൾക്ക് വീട്ടിൽ അറിയുണ്ടാവുമല്ലോ, ഒരു പിറ്റേ ദിവസം ഒരു രാവിലെ വരെ, അല്ലെങ്കിൽ ചിലപ്പോൾ 2 ദിവസമൊക്കെ നിൽക്കുന്നവരുണ്ടായിരിക്കും. അപ്പൊ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അടുത്ത മോട്ടർ ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. അല്ലാണ്ട് രാവിലെ ഒന്ന് ഇടുക, ഉച്ചയ്ക്ക് ഒന്ന് ഇടുക, രാത്രി ഒന്ന് ഇടുക, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ എന്ത് ചെയ്യുക, കൃത്യസമയത്ത് ഇടയ്ക്കിടയ്ക്ക് പമ്പ് ചെയ്യാണ്ടിരിക്കുക. ഒരു കൃത്യമായ ഒരു സമയം വെച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, മോട്ടർ അടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വീട്ടിൽ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇലക്ട്രിസിറ്റിയുടെ ഉപയോഗം കുറയ്ക്കാൻ പറ്റും, വേസ്റ്റേജ് ഓഫ് എനർജി കുറയ്ക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ മക്കൾക്ക്? അങ്ങനെയെങ്കിൽ ഇതാ അടുത്തൊരു പോയിന്റും കൂടെ നോക്കിക്കേ. വൈദ്യുതോപകരണങ്ങൾ വാങ്ങുമ്പോൾ കുറഞ്ഞ അളവിൽ വൈദ്യുതി ഉപയോഗിക്കുന്നവ തിരഞ്ഞെടുക്കണം. അതായത് ബൈ എഫിഷ്യന്റ് ഇലക്ട്രോണിക് അപ്ലയൻസസ്. ചില ഇലക്ട്രിക് ഉപകരണങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കി വാങ്ങണം അല്ലേ. ചിലപ്പോൾ അധികം ക്വാളിറ്റി റേറ്റിംഗ് ഒക്കെ ഇല്ലാത്തതായിരിക്കും. അപ്പൊ അതൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കുറേ കറണ്ട് വലിച്ചെടുക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യരുത്, അങ്ങനെ ക്വാളിറ്റി ഇല്ലാത്ത ഉപകരണങ്ങൾ വാങ്ങിക്കാതെ നല്ല ക്വാളിറ്റി ഇല്ല, നല്ല കമ്പനിയുടെ അടിപൊളി സാധനങ്ങൾ വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ അവർക്കൊക്കെ ചിലപ്പോൾ കുറച്ച് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ കുറച്ച് എനർജി ആവശ്യം ഉണ്ടാവുള്ളൂ. അപ്പൊ എന്ത് ചെയ്യുക, എഫിഷ്യന്റ് ആയ അപ്ലയൻസസ്, എഫിഷ്യന്റ് ആയ ഉപകരണങ്ങൾ വാങ്ങിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ചിലപ്പോൾ സെക്കൻഡ് ഹാൻഡ് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് കറണ്ട് ഒക്കെ വേസ്റ്റ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വാങ്ങിക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഐറ്റംസ് വാങ്ങിക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക. ക്ലിയർ ആയോ? എങ്കിൽ നോക്കൂ, അടുത്തൊരു പോയിന്റ് നോക്കിക്കേ. ആവശ്യമില്ലാത്ത ഇൻഡിക്കേറ്ററുകൾ ഒഴിവാക്കണം. വീടുകളിൽ ഇതുപോലുള്ള ഇൻഡിക്കേറ്റേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ചില വീടുകളിൽ, കുറച്ച് പണ്ടത്തെ വീടുകളൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യണം, ഇങ്ങനെ ആവശ്യമില്ലാത്ത ഇൻഡിക്കേറ്ററുകൾ എന്ത് ചെയ്യണം, ഒഴിവാക്കണം. ഇങ്ങനെയുള്ള ഇൻഡിക്കേറ്ററിന്റെ ആവശ്യം വളരെ കുറവാണ്. അങ്ങനെ എല്ലാ സ്ഥലത്തും ഇൻഡിക്കേറ്ററുകളുടെ ആവശ്യവും വരുന്നില്ല. അപ്പൊ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലുള്ള ഇൻഡിക്കേറ്റർ എന്ത് ചെയ്യണം, ഒഴിവാക്കണം. അല്ലെങ്കിൽ അതിലേക്കും കുറെ എനർജി പോകില്ലേ. അപ്പൊ വീണ്ടും എനർജി ഇങ്ങനെ വേസ്റ്റ് ആവാണ്, ആവശ്യമില്ലാതെ അനാവശ്യമായി കുറെ എനർജി വേസ്റ്റ് ആവുകയാണ്. അപ്പൊ അവോയ്ഡ് അൺവാണ്ടഡ് ഇൻഡിക്കേറ്റേഴ്സ്. ഇതുപോലെ ആവശ്യമില്ലാത്ത ഇൻഡിക്കേറ്ററുകൾ എന്ത് ചെയ്യണം, ഒഴിവാക്കണം. ദെൻ നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കേ. ടെലിവിഷനും മറ്റും സ്റ്റാൻഡ് ബൈ മോഡിൽ കൂടുതൽ നേരം നിർത്താതിരിക്കണം. സ്വിച്ച് ഓഫ് ടെലിവിഷൻ ആഫ്റ്റർ യൂസ്. ഇത് വേറെ ഒന്നുമില്ല, നിങ്ങളൊക്കെ വീട്ടിൽ ചെയ്യുന്ന കാര്യമാണ്. ടി വി ജസ്റ്റ് നിങ്ങൾ റിമോട്ടിൽ ഓഫ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ അങ്ങോട്ട് പോകില്ലേ, അല്ലെങ്കിൽ സ്ലീപ്പിംഗ് മോഡിൽ ഇട്ടിട്ട് നിങ്ങൾ അങ്ങോട്ട് പോകും. നിങ്ങൾ വരുന്ന വരെ പിന്നെ അതങ്ങനെ സ്ലീപ്പിംഗ് മോഡ് തന്നെ കടന്നുകൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യരുത്, അത് ചെയ്യരുത്. നിങ്ങൾ ടി വി കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അതിന്റെ പവർ ഓഫ് ചെയ്ത് വെക്കുക, സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ പോയി ഉറങ്ങേ, പഠിക്കുകയെ, കളിക്കുക, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ വീട്ടിൽ വേറെ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഇങ്ങനെ സ്റ്റാൻഡ് ബൈ മോഡിൽ ഇടരുത്, സ്ലീപ്പിംഗ് മോഡിൽ ഇടരുത്, ഓഫ് ചെയ്തിടാൻ പറയാം. പക്ഷെ സ്റ്റാൻഡ് ബൈ മോഡിൽ, സ്ലീപ്പിംഗ് മോഡിൽ കിട്ടു കഴിഞ്ഞാൽ അവിടെ കറണ്ട് പോകുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല എന്നുള്ളൂ, അവിടെ എനർജിയുടെ വേസ്റ്റേജ് നടക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം, സ്വിച്ച് ഓഫ് ടെലിവിഷൻ ആഫ്റ്റർ യൂസ്. കണ്ടു കഴിഞ്ഞാൽ ടി വി ഓഫ് ചെയ്ത് വെക്കുക. വെറുതെ അതിനെ സ്റ്റാൻഡ് ബൈ മോഡിൽ ഇട്ടിട്ട് എനർജി വേസ്റ്റ് ആക്കരുത്.
അപ്പൊ എന്താണ് അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ കുറെ പോയിന്റുകൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഹൗ ടു കൺസർവ് എനർജി അറ്റ് ഹോമിലെ നമ്മുടെ വീട്ടിലുള്ള എനർജി എങ്ങനെ കൺസർവ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ പോയിന്റുകളാണ് മിസ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് തന്നെ വീട്ടില് ഇതൊക്കെ ഈ മാറ്റങ്ങളൊക്കെ വരുത്തി നിങ്ങൾക്ക് വീട്ടിലുള്ള എനർജി സേവ് ചെയ്യാം, വീട്ടിലുള്ള കറണ്ട് ബില്ല് കുറയ്ക്കാം, ഇലക്ട്രിസിറ്റി ബില്ല് കുറയ്ക്കാം, ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ മക്കളെല്ലാവരും എന്ത് ചെയ്യാം, മിസ് പറഞ്ഞ പോയിന്റുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് വെച്ച് എല്ലാം ഫോളോ ചെയ്യാം. എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് എഴുതുക. ഇനി ഇത് മാത്രമല്ല, മിസ് ഇങ്ങനെ ചെയ്തുകൂടി അങ്ങനെ ചെയ്തുകൂടി അങ്ങനെ ഒരുപാട് പോയിന്റുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യാം. അത് മാത്രമല്ല, നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ അത് വന്ന് കമന്റ് ചെയ്യുക. നമ്മുടെ വീഡിയോ മാക്സിമം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതുപോലെ അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ആയിട്ട് അപ്പൊ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.